ഓം നമോ ഭഗവതേ വാസുദേവായ. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദനീ. ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവൻ നമസ്തേ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നമസ്തേ. എല്ലാ പ്രിയപ്പെട്ടവർക്കും മഹാശിവരാത്രി ആശംസകൾ. ഇന്ന് ശിവരാത്രി ആഘോഷത്തിന് കാരണഭൂതമായ പാലാഴി മദനത്തിൽ വാസുകി എന്ന സർപ്പശ്രേഷ്ഠൻ വിഷം ഛർദ്ദിച്ചപ്പോൾ ലോക നന്മയ്ക്ക് വേണ്ടി മഹാദേവൻ ആ വിഷം പാനം ചെയ്യുകയും അത് താഴോട്ട് പോകാതിരിക്കുന്നതിന് വേണ്ടി പാർവതി ദേവി ഭഗവാന്റെ കണ്ഠനാളത്തിൽ അമർത്തിപ്പിടിക്കുകയും അപ്പോൾ ആ വിഷം വെളിയിൽ വരുമെന്ന് കണ്ട ശ്രീനാരായണസ്വാമി വായു പൊത്തിപ്പിടിക്കുകയും അങ്ങനെ ആ വിഷം ഭഗവാന്റെ തൊണ്ടയിൽ കഴുത്തിൽ 3 രേഖകളായി തെളിയുകയും ചെയ്ത ആ പ്രധാന ഭാഗമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത്. ആദ്യം ആ ഭാഗം പാരായണം ചെയ്തതിന് ശേഷം കഥാസാരം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമഃ ശിവായ. ശിവയേ നമഃ. സർവലോകവും നിജഹൃൽകമലത്തിൽ ചേർത്തു സർവദാ സൃഷ്ടിച്ചു കാത്തഴിച്ചു കളിപ്പവൻ സർവമീ വണ്ണം ചമഞ്ഞിടിനൂരളവപ്പോൾ സർവമംഗലം മന്ദമന്ദരം നേരെ നിർത്തി സർവദേവാരികളാലിങ്ങനെ മതിപ്പിച്ചാൻ. ഗർവമൊട്ടകന്നു നാഗേന്ദ്രനും ദീനം പൂണ്ടാൻ. ഖിന്നനായ അലഞ്ഞുലഞ്ഞാകുലേന്ദ്രിയനായ പന്നഗവരൻ വിഷംഭമിച്ചു തുടങ്ങിനാൻ. അഗ്നികീലാകാരമായി വന്നെഴും വിഷജ്വാല തന്നാലങ്ങേറ്റം പരവശരായ സുരകൾ നിന്നുഴന്നകങ്കാരം വച്ചു ഭൂദേശപദദ്വന്ദ്ങ്ങൾ കൂപ്പി സ്തുതിച്ചന്തരായി ചമഞ്ഞുടൻ മന്ദരായി ചമഞ്ഞ ബോധിന്ദിരാവരൻ വരൻ ചെന്നതെന്തെന്നു സൂക്ഷിച്ച നേരം കാണായി വന്നു. വേഗേന തോകം വിഷജ്വാലാമാലകളേറ്റാഗമക്കാതലായ നാദനും പരവശാൽ ശ്രീമഹാദേവൻ തന്നോടാദരാലരുൾ ചെയ്താൻ. സോമശേഖരാപമാനെന്തു കൽപ്പിച്ചതിപ്പോൾ ത്രൈലോക്യം ഭസ്മീകരിക്കുന്നതിൻ മുൻപേ പരിപാലിപ്പാനുപായമെന്തെന്നതു ചിന്തിക്കണം. വൈകാതെ ഹാലാഹലജ്വാല കണ്ടാലും പ്രാലേയാകാരമിതിനെ നാം എങ്ങനെയടക്കുന്നു?
ഞാനൊരു പായം കണ്ടിലേതുമേ ഭവാനുടെ മാനസഗതി എന്തെന്നരുളി ചെയ്യുകേ വേണ്ടൂ. ദേവദേവേശൻ മഹാവിഷ്ണു മാധവൻ ഭരണി വണ്ണമരുൾ ചെയ്യും നേരം ഈശ്വരനീശൻ പാർവദേവരൻ കൃപാശാലിതാൻ അരുൾ ചെയ്താനാശയാകുലം കലർന്നീടായ ഭവാനേതും. കൃപാപാർവദേവരൻ കൃപാശാലിതാൻ അരുൾ ചെയ്താനാശയാകുലം കലർന്നീടായ ഭവാനേതും. ഞാനിതു സേവിച്ചടക്കിടുവിൻ കാണുന്നുതൻ പാണിയാൽ വിഷമെല്ലാമാകവേ കൈക്കൊണ്ടുടൻ സേവിപ്പാനാരംഭിച്ച കാലമങ്ങകിലരുമാവോളം ചുഴന്നണഞ്ഞിടിനാർ പാരവശ്യാൽ ഹാകാകാരേണ സർവലോകരും ഭ്രമിക്കുമ്പോൾ ആകാരം ചെയ്താനഖിലേശനും കാലാകലം. പാർവതീപതി വിഷപാനം ചെയ്തളവതി സ്നേഹവാത്സല്യത്തോടു കേണുകേണയോ പാപം. ദേവദേവേശ മമ ഭർത്താവേ ജഗൽപദേ കേവലം ചതിക്കയോ ചെയ്തതിങ്ങഗതിയെ പാരതിലുഴലുമാറെന്തെതു തോന്നിടുവാൻ മാരതാകത്തിൻ പ്രതികാരമോ ശിവ ശിവ. വൈദവ്യം മമ രതിയെപ്പോലെ വരുത്തായെന്നാദിപൂണ്ടാലാപം ചെയ്താനദാനനാതൂർണം. ഗേദമാർന്നുദരേ താഴായ എന്നുള്ളിൽ കൽപ്പിച്ചാദരാൽ കഴുത്തിലമ്മാറുടൻ മന്ത്രാക്ഷരം ധ്യാനിച്ചു പിടിച്ചിരുത്തിടിനാൽ മടിയിലത്യാനന്ദസ്വരൂപിണി താൻ പുണർന്നനുരാഗാൽ മേവിനോരളവു താഴാകയാൽ ഇറങ്ങാതെ കേവലം ഭമിപ്പതിനായി തുടങ്ങിയിടും നേരം ശ്രീനാരായണ സ്വാമിതാനുടൻ വക്രം പിടിച്ചാനിനി ഇങ്ങോട്ടു വീഴാകയെന്നുള്ളത്തോടും കൂടവേ കഴുത്തിലപ്പോൾ ഉറച്ചിളകാതെ കൂടിനാൻ കാഗോളവും. നീലവർണ്ണത്തോടുടൻ രേഖകൾ മൂന്നായതി ഭംഗിയിൽ കാണായി വന്നു. ലേഖവൃന്ദവും മുനീന്ദ്രന്മാരും അസുരരും നാനാലോകരും ബഹുവിസ്മയം കലർന്നു നിത്യാനന്ദൻ തന്നെ നീലകണ്ഠനെന്നെല്ലാവരും നാമവും സകലൈക സമ്മതമാകെ ചെയ്തങ്ങാമോദം പൂണ്ടു കൂപ്പി സ്തുതിച്ചാരതിഭക്ത്യാ. മാരാരി വിഷപാനം ചെയ്തേവം ദേവാസുരന്മാരാദി പ്രജകളിൽ കാരുണ്യം കലർന്നുടൻ പാരിച്ചോരളവ് മന്ദിച്ചോരു മദനവും കാലുഷ്യമൊഴിഞ്ഞതുനാ ബദ തുടങ്ങിനാർ. അന്നേരം ക്ഷീരാംബുധി തന്നിൽ നിന്നുയർന്നിങ്ങു വന്നിതു സുരഭിയും മാനയും കുതിരയും ചന്ദ്രനും കൗസ്തുഭവും പാരിജാതകവുമാനന്ദമാർന്നപ്സരസാം വർണ്ണവുമനുക്രമാൽ. നമസ്തേ. പാലാഴി മദനം പാരായണം തുടരും. ഇതിൻ്റെ കഥാസാരം നോക്കാം.
പരീക്ഷത്തിൻ്റെ അഭ്യർത്ഥാനുസരണം ശുകമഹർഷി പാലാഴി മഥന കഥ വിസ്തരിച്ച് പറയുവാൻ തുടങ്ങി. ഒരു നാൾ ഭാരതഖണ്ഡത്തിൽ സഞ്ചരിക്കുകയായിരുന്ന വിദ്യാധിരികൾ ദുർവാസ മഹർഷിയെ കാണുവാനിടയായി. അവർ മഹർഷിയെ നമസ്കരിക്കുകയും ദിവ്യമായ പൂക്കളാൽ കോർത്ത അതീവ സൗരഭ്യമൂറുന്നൊരു മാല്യം അദ്ദേഹത്തിന് സമ്മാനിക്കുകയും ചെയ്തു. സന്തോഷപൂർവ്വം മാല്യം സ്വീകരിച്ച വിദ്യാധിരികളെ യാത്രയാക്കിയ മഹർഷി ആ മനോഹര മാല്യം ദിക്പാലകന്മാരിൽ ആർക്കെങ്കിലും നൽകാമെന്ന് നിശ്ചയിച്ചു. ഈ വിധം ചിന്തിക്കുന്ന വേളയിൽ ഐരാവതത്തിന് പുറത്തേറി വരുന്ന ദേവേന്ദ്രനെ മുനി കണ്ടുമുട്ടി. അദ്ദേഹം ഉടൻ തന്നെ ദേവരാജന് മാല്യം സമ്മാനിച്ചു. ഇന്ദ്രൻ സന്തോഷപൂർവ്വം ഏറ്റുവാങ്ങുകയും ശിരസിൽ അണിയുവാൻ ഒരുങ്ങുകയും ചെയ്തു. മാല്യം അണിയുന്നതിന് മുൻപ് കേശമൊന്ന് അഴിച്ചു കെട്ടുവാൻ ഒരുങ്ങിയ ഇന്ദ്രൻ ആ മനോഹരഹാരം ഐരാവതത്തിൻ്റെ മസ്തകത്തിൽ വെച്ചു. ആ ദിവ്യഹാരത്തിൻ്റെ സുഗന്ധത്താൽ ആകൃഷ്ടരായ വണ്ടുകൾ ഐരാവതത്തിന് ചുറ്റും കൂട്ടമായി പറക്കുവാൻ തുടങ്ങി. വണ്ടുകളുടെ ശല്യം സഹിക്കവയ്യാതെ ഐരാവതം തൻ്റെ മസ്തകത്തിൽ നിന്നും ആ മാല വലിച്ചെടുത്ത് തറയിലിട്ട് ചവിട്ടി. ദുർവാസ മഹർഷി ഇത് കണ്ട് അത്യന്തം കോപിഷ്ഠനായി. ഇന്ദ്രൻ ഉൾപ്പെടുന്ന സമസ്ത ദേവകൾക്കും ജരാനരകൾ ബാധിക്കട്ടെ എന്ന് അദ്ദേഹം ശപിച്ചു. ശാപം ശ്രവിച്ച ഇന്ദ്രൻ മഹർഷിയുടെ കാൽക്കൽ വീണു. അറിയാതെ സംഭവിച്ച അപരാധത്തിന് ക്ഷമിക്കണമേ എന്ന് അദ്ദേഹത്തോട് അപേക്ഷിച്ചു. ഒടുവിൽ മനസ്സലിഞ്ഞ ദുർവാസാവ് പാലാഴി കടഞ്ഞ് അതിൽ നിന്നും ലഭിക്കുന്ന അമൃത് ഭുജിച്ചാൽ ശാപമോക്ഷം ലഭിക്കുമെന്ന് ഇന്ദ്രനെ അറിയിച്ചു. എന്നാൽ ജരാനരകൾ ബാധിച്ച ഇന്ദ്രദേവന്മാർക്ക് ക്ഷീരസാഗരം കടയുവാനുള്ള ശക്തിയില്ലായിരുന്നു. അവർ ബ്രഹ്മാവിനെയും മഹേശ്വരനെയും കണ്ട് സങ്കടമുണർത്തിച്ചു. തുടർന്ന് ഏവരും ഭഗവാൻ നാരായണൻ്റെ അരികിലെത്തി സങ്കടമുണർത്തിച്ചു. തൻ്റെ മുന്നിൽ ദുഃഖിതരായി നിൽക്കുന്ന ദേവന്മാർക്ക് ത്രിമൂർത്തികളുടെ ഐക്യം തന്നിലാണെന്ന് ഭഗവാൻ കാട്ടിക്കൊടുത്തു. ശേഷം പാലാഴി കടയുവാനുള്ള ഉപകരണങ്ങൾ ഇവിടുന്ന് തന്നെ എടുക്കണമെന്നും സഹായത്തിനായി അസുരന്മാരെയും കൂട്ടണമെന്നും അദ്ദേഹം അരുളി ചെയ്തു. മന്ദരപർവ്വതത്തെ കടക്കോലാക്കിയും വാസുകി എന്ന നാഗശ്രേഷ്ഠനെ കയറാക്കിയും പാലാഴി കടയുവാൻ ഭഗവാൻ ഉപദേശിച്ചു. ദേവന്മാർ ഭഗവാന്റെ ഉപദേശം അക്ഷരം പ്രതി പാലിക്കുമെന്ന് സമ്മതിച്ചു. അങ്ങനെ ദേവന്മാർ അസുരന്മാരെ സഹായത്തിനായി വിളിച്ചുവെങ്കിലും അവർ വരുവാൻ കൂട്ടാക്കിയില്ല. തുടർന്ന് പരമേശ്വരൻ്റെ ഭൂതഗണങ്ങൾ അസുരന്മാരെ ഉദ്യമത്തിനെത്തിച്ചു. ജരാനരകൾ ബാധിച്ച ദേവന്മാരെ കണ്ട് അസുരന്മാർ പൊട്ടിച്ചിരിച്ചു. കടക്കോലായി മന്ദര പർവ്വതത്തെ വഹിച്ചു കൊണ്ട് പോരുവാൻ ഭൂതഗണങ്ങളെ നിയോഗിച്ചു. എന്നാൽ മന്ദരത്തെ അല്പദൂരം ചുമന്നു വന്ന ശേഷം അവർ തളർന്ന് മടങ്ങിയെത്തി. തുടർന്ന് ഭഗവാൻ നാരായണൻ ആ ദൗത്യം അനന്തനെ ഏൽപ്പിച്ചു. അനന്തൻ മന്ദര പർവ്വതത്തെ തൻ്റെ ഫണത്തിലേന്തി മാധവനരികിലെത്തിച്ചു. കയറായി വാസുകിയെ കൊണ്ടുവരാൻ വിഷ്ണു ഗരുഡനെ നിയോഗിച്ചു. ഗരുഡൻ വാസുകിയെ സമീപിക്കുകയും വിവരം അറിയുകയും ചെയ്തു. എന്നാൽ അതിഭീമനായ വാസുകിയെ ഉയർത്തിക്കൊണ്ടു പോകുവാൻ ഗരുഡന് സാധിച്ചില്ല. നിരാശനായി ഗരുഡൻ വിഷ്ണുവിനരികിലെത്തി. തുടർന്ന് ഭഗവാൻ പരമേശ്വരൻ വിളിച്ച മാത്രയിൽ തന്നെ കേവലം ഒരു വളയെന്ന പോൽ ഭഗവാന്റെ കയ്യിൽ ചുറ്റി വാസുകി എത്തിച്ചേർന്നു. ഈ വിധം മഥനത്തിന് ആവശ്യമായ സാമഗ്രികളെല്ലാം എത്തപ്പെട്ടു. ഇനി താമസം വേണ്ടെന്ന അഭിപ്രായത്തിൽ ഭഗവാൻ വിഷ്ണുദേവന്മാരെ കൂട്ടി വാസുകിയുടെ തലയ്ക്കൽ പിടിച്ചുകൊണ്ട് നിന്നു. എന്നാൽ തങ്ങളെ അവമാനിക്കാനാണ് വാസുകിയുടെ വാൽഭാഗം പിടിക്കാൻ ഏൽപ്പിച്ചതെന്ന് തെറ്റിദ്ധരിച്ച അസുരന്മാർ തങ്ങൾ വാസുകിയുടെ ശിരോഭാഗം മാത്രമേ പിടിക്കുകയുള്ളൂവെന്ന് വാശി പിടിച്ചു. ഒടുവിൽ ദേവഗണങ്ങൾ തലഭാഗം അസുരന്മാർക്ക് വിട്ടുകൊടുത്തു. സന്തുഷ്ടരായ അസുരന്മാർ ആർത്തട്ടഹസിച്ചുകൊണ്ട് കടച്ചിലാരംഭിച്ചു. വാസുകിയുടെ വാലും ശിരസും വലിച്ചുകൊണ്ടും അയച്ചുകൊണ്ടും ഇരുകൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം തുടങ്ങി. മദനം പുരോഗമിക്കവേ ദിഗന്ധങ്ങൾ നടുങ്ങുന്ന ഭീകര ശബ്ദത്തോടെ വാസുകിയുടെ ബന്ധം വേർപെട്ട മന്ദരപർവ്വതം പാലാഴിയിൽ താഴ്ന്നു പോകുവാൻ തുടങ്ങി. ഇനി എന്ത് ചെയ്യുമെന്ന ചിന്തയിൽ സർവരും ഭഗവാൻ നാരായണനെ സ്തുതിക്കുവാൻ ആരംഭിച്ചു.
ആ സ്തുതിയിൽ സന്തുഷ്ടനായ ഭഗവാൻ കൂർമാവതാരം സ്വീകരിക്കുകയാണ്. ഋഷിജനങ്ങളുടെയും ദേവാദികളുടെയും നിരന്തരമായ സ്തുതിയിലെ പ്രസന്നനായ ഭഗവാൻ നാരായണൻ ഒരു കൂർമ്മമായി അവതരിച്ച് സമുദ്രത്തിനുള്ളിൽ കടക്കുകയും മന്ദര പർവ്വത്തെ പുറത്തേറ്റ് ഉയർത്തുകയും ചെയ്തു. മന്ദരം ഉയർന്നു വരുന്നത് കണ്ട് ഏവരും അത്ഭുത സപ്തരായി. ഈ വിധം മന്ദരം ഉയരുവാൻ കാരണമെന്തെന്ന് ചിന്തിച്ച് നിൽക്കവേ ഭഗവാൻ നാരായണൻ ഒരു മഹാഗഹത്തിൻ്റെ ഒരു പക്ഷിയുടെ രൂപം കൊണ്ട് പർവ്വതത്തിന് മുകളിൽ വന്നിരുന്നു. ബ്രഹ്മ മഹേശ്വരന്മാരുടെ അടുത്തും പർവ്വതത്തിന് മുകളിലും അനന്തന് പുറത്തും പല രൂപഭാവങ്ങൾ ഒരേ സമയം നിൽക്കുന്ന ഭഗവാനെ കണ്ട് ഏവരും ആശ്ചര്യഭരിതരായി. ക്ഷീരസാഗര മഥനം വീണ്ടും ആരംഭിച്ചു. സുരാസുരന്മാർ വർദ്ധിച്ച ഊർജത്തോടെ മഥനം തുടർന്നു. കഠിനമായ ആ മഥനത്തിൽ കയറായി നിലകൊണ്ട വാസുകി അവശനായി. ആ നാഗശ്രേഷ്ഠൻ്റെ വയൽ നിന്നും ഘോര വിഷം വമിക്കുവാൻ തുടങ്ങി. ഇത് കണ്ട നാരായണൻ പരമശിവനെ സമീപിച്ചു. അത്യന്തം തീക്ഷ്ണമായ ആ വിഷജ്വാലയിൽ ത്രിലോകങ്ങളും ഭസ്മമായേക്കാമെന്നും അതിനു മുൻപ് എന്തെങ്കിലും പരിഹാരം കണ്ടെത്തണമെന്നും ഭഗവാൻ ത്രിനയനോട് ആവശ്യപ്പെട്ടു. വിഷ്ണുവിൻ്റെ വാക്കുകൾ കേട്ട് മഹാദേവൻ അരുളി ചെയ്തു, ആരും വിഷമിക്കേണ്ടതില്ല. വാസുകിയുടെ വയൽ നിന്നും വമിക്കുന്ന ഈ കഠിന വിഷം ഞാൻ പാനം ചെയ്യാം. തുടർന്ന് പരമേശ്വരൻ ആ കൊടിയ വിഷം തൻ്റെ കൈക്കുമ്പിളാക്കി പാനം ചെയ്യുവാൻ തുടങ്ങി. ഇത് കണ്ട് ഭയന്ന ദേവി പാർവതി തൻ്റെ പ്രാണനാഥന് എന്തെങ്കിലും സംഭവിക്കുമെന്ന പരിഭ്രാന്തിയാൽ മന്ത്രാക്ഷരങ്ങൾ ജപിച്ചുകൊണ്ട് പരമേശ്വരൻ്റെ ഖണ്ഡനാളത്തിൽ മുറുകെ പിടിച്ചു. പാനം ചെയ്ത വിഷം ഖണ്ഡത്തിന് താഴെ ഒഴുകാതെയായി. ആ ഘോരവിഷം പരമേശ്വരൻ്റെ വായു വഴി പുറത്തേക്ക് വരുമെന്ന് മനസ്സിലാക്കിയ ഭഗവാൻ നാരായണൻ ശ്രീ ശങ്കരൻ്റെ വായ അടച്ചു പിടിച്ചു. ഈ വിധം ചെയ്തതിനാൽ കാഗോളം കടും നീലവർണ്ണത്തിൽ ഭഗവാന്റെ ഖണ്ഡത്തിൽ ഉറയ്ക്കുകയും 3 രേഖകൾ തെളിയുകയും ചെയ്തു. ഇത് കണ്ട് ദേവന്മാർ ഭഗവാനെ നീലകണ്ഠൻ എന്ന് അഭിസംബോധന ചെയ്തു. ആ രാവും പകലും സർവ്വദേവന്മാരും ഭഗവാൻ ഒരാപത്തും വരാതെ ഭഗവാനെ ഉറക്കമുളച്ചിരുന്ന് മന്ത്രാക്ഷരങ്ങളാൽ പ്രാർത്ഥിച്ച ദിവസമാണ് ശിവരാത്രിയായി ആഘോഷിക്കുന്നത്. അതിനുശേഷം മഥനം പുരോഗമിക്കവേ പാൽക്കടലിൽ നിന്നും അമൂല്യങ്ങളെ വസ്തുക്കൾ ഉരുവാൻ തുടങ്ങി. കാമധേനു, ഐരാവതം, ഉച്ചസ്രവസ്, സ്വാമിബിംബം, കൗസ്തുഭരത്നം, പാരിജാതവൃക്ഷം, അപ്സര സുന്ദരിമരുന്നുവർ യഥാക്രമം പ്രത്യക്ഷമായി. നമസ്തേ. പാലാഴി മഥനം ബാക്കി ഭാഗം തുടരും നാളെ. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ വൈകുണ്ഠം ഭാഗവതാമൃതം എന്ന എളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലും ഓണാക്കിയാൽ എല്ലാ ദിവസവും 10 മിനിറ്റ് നേരം ശ്രീമദ് ഭാഗവതവും നാരായണീയവും വരികൾ കണ്ട് കേട്ട് നിത്യപാരായണം ചെയ്യാം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ.